നിങ്ങളുടെ ജീവിതത്തിൽ ഈ 5 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അത് വെറും യാദൃശ്ചികമായിരിക്കണമെന്നില്ല. ദൈവം നിങ്ങളെ ഒരു പുതിയ വഴിയിലേക്ക് നയിക്കുന്നതാവാം. ഈ 5 കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. 1. ചില വാതിലുകൾ അടയുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകും. ഏറെ പ്രാർത്ഥിച്ച ഒരു ജോലി കിട്ടാതിരിക്കാം, ഒരു ബന്ധം അവസാനിക്കാം, ഒരു അവസരം നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു വഴി പെട്ടെന്ന് അടഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ ചോദിക്കും, ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടിത് നടന്നില്ല? പക്ഷേ അടഞ്ഞ ഓരോ വാതിലും പരാജയത്തിൻ്റെ അടയാളമല്ല. ചിലപ്പോൾ നമ്മൾ കാണാത്ത അപകടങ്ങളിൽ നിന്നും തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കാനായിരിക്കും ദൈവം ഒരു വാതിൽ അടയ്ക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് മനസ്സിലാകാത്ത വാതിലുകൾ അടഞ്ഞാലും ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. എൻ്റെ ഇഷ്ടത്തേക്കാൾ അങ്ങയുടെ പദ്ധതിയാണ് നല്ലത്. ശരിയായ സമയത്ത് ശരിയായ വാതിൽ തുറന്നു തരയണമേ. ആമേൻ. പഴയ കാര്യങ്ങളിൽ താല്പര്യം കുറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ടായി തോന്നിയിരുന്ന ചില കാര്യങ്ങളിൽ ഇപ്പോൾ താല്പര്യം കുറയുന്നുണ്ടോ? മുമ്പ് സന്തോഷം നൽകിയിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ അത്ര സന്തോഷം നൽകുന്നില്ലായിരിക്കാം. ചില പഴയ ശീലങ്ങളിൽ നിന്നും, ചില ബന്ധങ്ങളിൽ നിന്നും, ചില ആഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾ സ്വാഭാവികമായി അകന്നു പോയിരിക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, എനിക്കെന്താണ് സംഭവിക്കുന്നത്? എല്ലാ മാറ്റവും മോശമായ ഒന്നല്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ആത്മീയ ഘട്ടത്തിലേക്ക് ദൈവം നയിക്കുമ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാഴ്ചപ്പാട് മാറാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പഴയ കാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞു എന്നത് മാത്രം ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ഉറപ്പിച്ച് പറയാനായില്ല. ജീവിതത്തിലെ സ്വാഭാവിക മാറ്റങ്ങളും അനുഭവങ്ങളും അതിന് കാരണമാവാം. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്താണ് മാറ്റേണ്ടത് എന്ന് എനിക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ നയിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെ പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹം കൂടുതൽ ശക്തമാകുന്നുണ്ടോ? മുമ്പത്തേക്കാൾ കൂടുതൽ സമയം ദൈവത്തോട് സംസാരിക്കണം, ബൈബിൾ വായിക്കണം, ശാന്തമായി ദൈവസന്നിധിയിലിരിക്കണം എന്നൊരാഗ്രഹം തോന്നുന്നുണ്ടോ? അത് വളരെ ആത്മീയമായ ഒരു മാറ്റമായിരിക്കണം. പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം വർദ്ധിച്ചതുകൊണ്ട് മാത്രം ദൈവം തീർച്ചയായും എന്നെ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് നയിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയേണ്ടതില്ല. പക്ഷേ ആ ആഗ്രഹം നിങ്ങളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയും സ്നേഹത്തിലും ക്ഷമയിലും വിശ്വാസത്തിലും വളരുകയും ചെയ്യുന്നുവെങ്കിൽ അത് വിലപ്പെട്ട ഒരു ആത്മീയ വളർച്ചയാണ്. കർത്താവെ, അങ്ങയെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 4. ചിലപ്പോൾ ആളുകൾ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില ആളുകൾ വളരെ പ്രധാനപ്പെട്ടവരായിരിക്കും. അവരോടൊപ്പം ഒരുപാട് ഓർമ്മകളും സ്വപ്നങ്ങളും പങ്കിട്ടിട്ടുണ്ടാകാം. പക്ഷേ ചില സമയങ്ങളിൽ യാതൊരു കാരണവും മനസ്സിലാകാതെ ചിലർ നമ്മിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തുകൊണ്ടാണ് അവർ എന്നെ വിട്ടുപോയത്? ഇനി ഞാൻ ഒറ്റയ്ക്കാണോ? ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കൂടെ നടക്കാനായിരിക്കാം. ആരെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോയാലും ദൈവം നിങ്ങളെ വിട്ടിട്ട് പോകുന്നില്ല. അതിനാൽ ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഒരു വാതിൽ അടഞ്ഞാലും ദൈവം നിങ്ങളോടൊപ്പം തന്നെയാണ്. ഒരു മനുഷ്യൻ വിട്ടുപോയാലും ദൈവം നിങ്ങളെ വിട്ടുപോകില്ല. 5. എല്ലാം വ്യക്തമായില്ലെങ്കിലും ഉള്ളിലൊരു സമാധാനം തോന്നുന്നുണ്ടോ? ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകില്ല. എവിടേക്കാണ് പോകേണ്ടത്? അടുത്തതായി എന്ത് സംഭവിക്കും? എൻ്റെ പ്രാർത്ഥനയ്ക്ക് എപ്പോൾ ഉത്തരം ലഭിക്കും? അങ്ങനെ 100 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവാം. ഈ പ്രശ്നം എങ്ങനെ അവസാനിക്കുമെന്നും ഒന്നും വ്യക്തമായ ഉത്തരമില്ലായിരിക്കാം. എന്നാൽ അതിനിടയിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ സമാധാനമുണ്ടാകാം. എനിക്കൊന്നും അറിയില്ല, പക്ഷെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം എന്നൊരുറപ്പ്. അതാണല്ലോ വിശ്വാസത്തിൻ്റെ മനോഹാരിത. വിശ്വാസം എന്നത് എല്ലാം മനസ്സിലാക്കിയ ശേഷം ദൈവത്തിൽ വിശ്വസിക്കുന്നതല്ല, എല്ലാം മനസ്സിലാകാത്തപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ മുന്നിലുള്ള വഴി എനിക്ക് വ്യക്തമായി കാണുന്നില്ല. എന്നിരുന്നാലും അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഭയങ്ങൾ മാറ്റി അങ്ങയുടെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ശരിയായ സമയത്ത് ശരിയായ വഴി കാണിച്ചു തരണമേ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടേതിനേക്കാൾ വലുതാണ്. ദൈവത്തിൽ വിശ്വസിക്കൂ. അവൻ നിങ്ങളെ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തേക്ക് നയിക്കും.